നമസ്കാരം സ്റ്റുഡൻസ്, എൻ്റെ പേര് റസൽ. ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബ്രഹ്മമംഗലത്തെ ഇലക്ട്രോണിക്സ് അധ്യാപകനാണ്. SLT സബ്ജക്റ്റിലെ വൊക്കേഷണൽ സ്കിൽ വിഭാഗത്തിൽ ബേസിക് ഇലക്ട്രോണിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുവാൻ പോകുന്നത്. ഇലക്ട്രോണിക്സ് എന്നാൽ എന്ത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇലക്ട്രോണുകളുടെ പഠനത്തിനെയാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ആറ്റംസ് കൊണ്ടാണ് നമ്മുടെ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ളത്. ആറ്റംസിന്റെ ഘടന നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ആറ്റത്തിന്റെ മധ്യഭാഗത്തായി ന്യൂക്ലിയസ് ആണുള്ളത്. ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോണുകളുമാണ് ഉള്ളത്. ന്യൂക്ലിയസിന് ചുറ്റുമായി ഓർബിറ്റുകളിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോണുകളെ നമുക്ക് വെളിയിൽ നിന്ന് എക്സ്റ്റേണൽ ഫോഴ്സ് നൽകി മൂവ് ചെയ്യിക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ I കൊണ്ടാണ് കറണ്ടിനെ സൂചിപ്പിക്കുന്നത്. ഒരു സർക്യൂട്ടിലെ കറണ്ടിനെ മെഷർ ചെയ്യുന്നതിനായി അമ്മീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വോൾട്ടേജ് എന്താണെന്ന് നോക്കാം. ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രോണുകൾ ഒഴുകണമെങ്കിൽ അഥവാ കറണ്ട് ഒഴുകണമെങ്കിൽ ആ കണ്ടക്ടറിന് രണ്ട് എൻഡിലുമായി പ്രഷർ കൊടുക്കണം. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ് വോൾട്ടേജ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് വോൾട്ടിനെ സൂചിപ്പിക്കുന്നത്. സർക്യൂട്ടിലെ വോൾട്ടേജിനെ മെഷർ ചെയ്യുന്നതിനായി വോൾട്ട് മീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങളിത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. പൊതുവായി ബേസിക് ഇലക്ട്രോണിക് കമ്പണൻറ്റുകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. പാസീവ് കമ്പണൻറ്റുകളെന്നും ആക്റ്റീവ് കമ്പണൻറ്റുകളെന്നും. പാസീവ് കമ്പണൻറ്റുകൾക്ക് ഉദാഹരണം റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ് എന്നിവയാണ്. നമുക്ക് ആദ്യം റെസിസ്റ്റർ എന്താണെന്ന് നോക്കാം. ഒരു സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഒഴുക്കിനെ തടയുന്ന പ്രതിഭാസത്തിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടിയുള്ള കമ്പണൻറ്റുകളാണ് റെസിസ്റ്ററുകൾ. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം എന്നാണ്. റെസിസ്റ്ററുകൾ പല വാല്യൂയിലും വാട്ടേജിലും ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് ചെറിയ വാട്ടേജ് മുതൽ വലിയ വാട്ടേജ് വരെയുള്ള റെസിസ്റ്ററുകളാണ്. ക്വാർട്ടർ വാട്ട് മുതൽ 2 വാട്ട് വരെയുള്ള റെസിസ്റ്ററുകളാണ്. ഈ റെസിസ്റ്ററുകളുടെ വാല്യൂ ഇതിൻ്റെ ബോഡിയിൽ രേഖപ്പെടുത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ റെസിസ്റ്റൻസ് വളരെ ചെറുതായതുകൊണ്ട് വേറെ ഒരു ടെക്നിക്കാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കളർ കോഡിംഗ് ടെക്നിക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. പല കളറിലുള്ള ബാൻഡുകൾ ഉപയോഗിച്ച് ഈ റെസിസ്റ്ററുകളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. റെസിസ്റ്ററിൻ്റെ ഇടതുഭാഗത്തുള്ള കളർ ബാൻഡുകൾ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂവിനെയും വലതുഭാഗത്തുള്ള കളർ ബാൻഡ് അതിൻ്റെ ടോളറൻസിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് റെസിസ്റ്ററിനെ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം തന്നെ മൾട്ടിമീറ്ററിൻ്റെ ഫംഗ്ഷൻ സ്വിച്ച് റെസിസ്റ്റൻസ് റീജിയനിലേക്ക് ഇടുക. അതിനുശേഷം റെസിസ്റ്ററിൻ്റെ ടെർമിനലുകളിൽ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് കണക്ട് ചെയ്യുക. ഇവിടെ 216 ഓം റെസിസ്റ്റൻസ് കാണിച്ചു. ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കാണിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. റെസിസ്റ്ററുകൾ സർക്യൂട്ടിൽ ഉപയോഗിക്കുമ്പോൾ സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടെ കാണാം. ഇവിടെ ഒരു 9 വോൾട്ട് ബാറ്ററിയും ഒരു ചെറിയ വോൾട്ടിലുള്ള LED-യുമാണ് ഉള്ളത്. ഈ LED നേരിട്ട് ബാറ്ററിയുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ കൂടിയ കറണ്ട് പാസ് ചെയ്ത് ഈ LED പെട്ടെന്ന് ചൂടായി കത്തിപ്പോകുന്നതായി നമുക്ക് കാണാം.
അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായി ഈ കറണ്ട് ക്രമീകരിക്കുന്നതിനായി ബാറ്ററിയോട് കൂടി നമ്മളൊരു റെസിസ്റ്റൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് വഴി LED കൂടെ ഒഴുകുന്ന കറണ്ട് കുറയുകയും അങ്ങനെ LED കൃത്യമായി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇനി റെസിസ്റ്ററുകൾ നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് പല രീതിയിൽ കണക്ട് ചെയ്യാം. സീരീസ് ആയും പാരലലായും കണക്ട് ചെയ്യാം. നമുക്കിവിടെ രണ്ട് റെസിസ്റ്ററുകൾ സീരീസ് ആയി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ രണ്ട് റെസിസ്റ്ററുകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കണക്ട് ചെയ്യുമ്പോഴാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമ്പിനേഷനിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസിന്റെയും കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ റെസിസ്റ്റൻസ് R1 ഉം ഇത് R2 ആണെന്ന് നമ്മൾ സങ്കല്പിക്കുക. ടോട്ടൽ റെസിസ്റ്റൻസ് R സമം R1 പ്ലസ് R2 ആയിരിക്കും. അതുപോലെ തന്നെ കറണ്ട് ഈ സർക്യൂട്ടിൽ കൂടെ ഒഴുകണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ഈ രണ്ട് റെസിസ്റ്റൻസിൽ കൂടെയും കയറി പോകണം. അതുകൊണ്ട് തന്നെ കറണ്ടിന്റെ വാല്യൂവിന് വ്യത്യാസമില്ല. അതുകൊണ്ട് സീരീസ് കോമ്പിനേഷൻ സർക്യൂട്ടുകളിലെ റെസിസ്റ്റൻസ് സർക്യൂട്ടുകളിലെ കറണ്ട് സെയിം ആയിരിക്കും. വോൾട്ടേജിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ R1 റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ V1 എന്നും R2 റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ V2 എന്നും നമുക്ക് വിളിക്കാം. ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ഈ ആദ്യത്തെ റെസിസ്റ്റൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ റെസിസ്റ്റൻസിന്റെ വിലയ്ക്ക് വ്യത്യാസമുള്ളത് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന V1 എന്ന് പറയുന്ന വോൾട്ടേജും വ്യത്യാസപ്പെട്ടിരിക്കും. ആ കറണ്ട് സെയിം കറണ്ട് തന്നെ രണ്ടാമത്തെ റെസിസ്റ്റൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ റെസിസ്റ്റൻസിന്റെ വിലയ്ക്ക് വ്യത്യാസമുള്ളത് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന V2 വോൾട്ടേജും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഈ സീരീസ് കണക്ഷനിലെ ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് V എന്ന് പറയുന്നത് ഈ രണ്ട് വോൾട്ടേജിന്റെയും ആകെത്തുകയായിരിക്കും. V1 പ്ലസ് V2 ആയിരിക്കും. V സമം V1 പ്ലസ് V2 ആയിരിക്കും. നമുക്ക് മൂന്ന് റെസിസ്റ്ററുകൾ സീരീസ് ആയും പാരലലായും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ റെസിസ്റ്റൻസ് R1, R2, R3 എന്നീ മൂന്ന് റെസിസ്റ്ററുകൾ ഒരു ബാറ്ററിയുമായി സീരീസിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സർക്യൂട്ടിൽ കൂടെ ഒരു കറണ്ട് പ്രവഹിക്കുന്നത് കാണാം. ഈ കറണ്ട് R1-ൽ കൂടെയും R2-ൽ കൂടെയും R3-ൽ കൂടെയും കടന്ന് തിരിച്ച് ബാറ്ററിയിൽ എത്തിച്ചേരും. കറണ്ടിന് പ്രവഹിക്കാനായിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കറണ്ട് ത്രൂ ഓൾ റെസിസ്റ്റേഴ്സ് ആർ സെയിം ആയിരിക്കും. ഇനി സപ്ലൈ വോൾട്ടേജ് നോക്കാം. സപ്ലൈ വോൾട്ടേജ് V സമം V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. R1-ന് അക്രോസായി ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് V1, R2-ന് അക്രോസായി V2, R3-ക്ക് അക്രോസായി V3. അങ്ങനെ കറണ്ട് സെയിം കറണ്ട് പാസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂവിന് വ്യത്യാസമുള്ളത് കൊണ്ട് വ്യത്യാസപ്പെട്ട വോൾട്ടേജുകളായിരിക്കും ഓരോ റെസിസ്റ്റൻസിന്റെ താഴെയും ഡ്രോപ്പ് ചെയ്യുന്നത്. ഇനി മൂന്ന് റെസിസ്റ്ററുകളും ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്ററുകളാണെങ്കിൽ ഒരേ വോൾട്ടേജുകൾ ഡ്രോപ്പ് ചെയ്യുന്നതായി കാണാം. ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് V സമം V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. ഇനി ടോട്ടൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ R സമം R1 പ്ലസ് R2 പ്ലസ് R3 ആയിരിക്കും. ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് കാണാം. ഇവിടെ മൂന്ന് റെസിസ്റ്ററുകൾ പാരലലിൽ ഒരു ബാറ്ററിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ സർക്യൂട്ട് കറണ്ട് ഒഴുകുന്നതിനായി മൂന്ന് വഴികളാണ് ഉള്ളത്. R1-ൽ കൂടെയും R2-ൽ കൂടെയും R3-ൽ കൂടെയും. R1-ൽ കൂടെ ഒഴുകുന്ന കറണ്ടിനെ I1 എന്നും R2-ൽ കൂടെ ഒഴുകുന്ന കറണ്ടിനെ I2 എന്നും R3-ൽ കൂടെ ഒഴുകുന്ന കറണ്ടിനെ I3 എന്നും നമുക്ക് വിളിക്കാം. ടോട്ടൽ സർക്യൂട്ട് കറണ്ട് I സമം I1 പ്ലസ് I2 പ്ലസ് I3 ആയിരിക്കും. ഇനി സപ്ലൈ വോൾട്ടേജ് V സമം R1-ന് അക്രോസ് ആയിട്ടും R2-ന് അക്രോസ് ആയിട്ടും R3-ക്ക് അക്രോസ് ആയിട്ടും ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജിന് സെയിം ആയിരിക്കും. കാരണം R1-ന്റെയും R2-ന്റെയും R3-യുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും വോൾട്ടേജിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും സെയിം ആയിരിക്കും. ഇനി സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/R സമം 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആയിരിക്കും. 1/R കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ വില കണ്ടുപിടിക്കുവാൻ സാധിക്കും. അടുത്തതായി കപ്പാസിറ്ററുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരു സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ടിനെ ശേഖരിച്ചു വെക്കുന്നതിനും അതുപോലെ ഫിൽട്ടറിംഗ് ആവശ്യങ്ങൾക്കുമാണ് കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നത്. കപ്പാസിറ്ററുകൾ പല വിധമുണ്ട്.
ഫിക്സഡ് കപ്പാസിറ്ററുകളും വേരിയബിൾ കപ്പാസിറ്ററുകളും. രണ്ട് ലോഹ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഡൈഇലക്ട്രിക് വെച്ചാണ് കപ്പാസിറ്ററുകൾ ഉണ്ടാക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ രണ്ട് ടെർമിനലുകൾ ലോഹ പ്ലേറ്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കപ്പാസിറ്റർ കണക്ഷൻ പൂർത്തിയായി. ഈ വെക്കുന്ന ഡൈഇലക്ട്രിക്കിന് അനുസരിച്ചിട്ടാണ് കപ്പാസിറ്ററുകളുടെ പല പേരുകളും അറിയപ്പെടുന്നത്. പേപ്പർ ഡൈഇലക്ട്രിക്കായി ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകളെ പേപ്പർ കപ്പാസിറ്ററുകളെന്നും മൈക്ക ഡൈഇലക്ട്രിക്കായി ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകളെ മൈക്ക കപ്പാസിറ്റർ എന്നും പോളിസ്റ്റർ ഡൈഇലക്ട്രിക്കായി ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകളെ പോളിസ്റ്റർ കപ്പാസിറ്ററുകളെന്നും സെറാമിക് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകളെ സെറാമിക് കപ്പാസിറ്ററുകളെന്നും ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഡൈഇലക്ട്രിക്കായി ഒരു ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകളെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളെന്നും പറയുന്നു. ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾക്കാണ് പൊളാരിറ്റി ഉള്ളത്. ഈ കപ്പാസിറ്ററുകളുടെ ഒരു ടെർമിനൽ നെഗറ്റീവും മറ്റേ ടെർമിനൽ പോസിറ്റീവുമാണ്. നേരത്തെ പറഞ്ഞ എല്ലാ കപ്പാസിറ്ററുകൾക്കും പൊളാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ആ കപ്പാസിറ്ററുകൾ സർക്യൂട്ടിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. കപ്പാസിറ്ററിന് വൈദ്യുതി ശേഖരിച്ചു വെക്കുവാനുള്ള കഴിവിൻ്റെ ഏകകമാണ് അതിൻ്റെ കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡാണ്. ഫാരഡ് ഒരു വലിയ യൂണിറ്റ് ആയതുകൊണ്ട് കപ്പാസിറ്റൻസ് മൈക്രോ ഫാരഡിലും നാനോ ഫാരഡിലും പീക്കോ ഫാരഡിലുമാണ് കാണപ്പെടുന്നത്. കപ്പാസിറ്റൻസിൻ്റെ സിമ്പലാണ് ഇവിടെ കാണുന്നത്. കപ്പാസിറ്ററുകളെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ടാണ്. ഇത് ഒരു സെറാമിക് കപ്പാസിറ്ററാണ്. ഈ പ്ലേറ്റുകൾക്കിടയിൽ സെറാമിക് മെറ്റീരിയലാണ് ഡൈഇലക്ട്രിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. ഇവിടെ ഈ പ്ലേറ്റുകൾക്കിടയിൽ ഡൈഇലക്ട്രിക്കായി ഇലക്ട്രോലൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ടെർമിനലിന് ലെങ്ത് കൂടുതലും ഒരു ടെർമിനലിന് ലെങ്ത് കുറവുമായി കാണാം. ഈ ലെങ്ത് കുറഞ്ഞ ടെർമിനലാണ് നെഗറ്റീവ് ടെർമിനൽ, ഇത് പോസിറ്റീവ് ടെർമിനലുമാണ്. ഇനി നമുക്ക് വേരിയബിൾ കപ്പാസിറ്ററുകളെ കുറിച്ച് നോക്കാം. കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ അകലം കൂട്ടിയും ആ ഇന്റർലിങ്കിങ് പ്ലേറ്റുകളുടെ വിസ്തീർണം വ്യത്യാസപ്പെടുത്തിയുമാണ് വേരിയബിൾ കപ്പാസിറ്ററുകൾ പ്രവർത്തിക്കുന്നത്. വേരിയബിൾ കപ്പാസിറ്ററുകൾക്ക് ഉദാഹരണം ഗ്യാങ് കപ്പാസിറ്റർ, ട്രിമ്മർ കപ്പാസിറ്റർ, പാഡർ കപ്പാസിറ്റർ എന്നിവയാണ്. കപ്പാസിറ്ററുകളുടെ വാല്യൂ രേഖപ്പെടുത്തുന്നത് 3 രീതിയിലുണ്ട്. കപ്പാസിറ്ററുകളുടെ വാല്യൂ അതിൻ്റെ ബോഡിയിൽ തന്നെ രേഖപ്പെടുത്തുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ ന്യൂമറിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കളർ കോഡിംഗ് രീതിയും ഉപയോഗിക്കുന്നുണ്ട്. കളർ കോഡിംഗ് രീതി ഉപയോഗിക്കുമ്പോൾ 5ാമത്തെ കളറ് സൂചിപ്പിക്കുന്നത് കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് വോൾട്ടേജിനെയാണ്. ഇനി നമുക്ക് 3 കപ്പാസിറ്റേഴ്സ് സീരീസിലും പാരലലിലും കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജിനും ചാർജിനും കപ്പാസിറ്റൻസിനും വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഇൻ സീരീസ് കോമ്പിനേഷൻ ചാർജ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എല്ലാ കപ്പാസിറ്ററിൻ്റെയും. അതുകൊണ്ട് തന്നെ സപ്ലൈ വോൾട്ടേജ് V = V1 + V2 + V3 ആയിരിക്കും. നമുക്കറിയാം Q = CV എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ V = Q/C ആണല്ലോ. അപ്പം V1 = Q/C1 ഉം V2 = Q/C2 ഉം V3 = Q/C3 ആണല്ലോ. നമ്മളത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Q/C = Q/C1 + Q/C2 + Q/C3. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോമൺ Q നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 1/C = 1/C1 + 1/C2 + 1/C3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റൻസിൻ്റെ വില കണ്ടുപിടിക്കുന്നതിനായി 1/Cയുടെ വാല്യൂ കണ്ടതിന് ശേഷം അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് സർക്യൂട്ടിലെ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കപ്പാസിറ്റേഴ്സ് പാരലലി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് C1, C2, C3 എന്നീ 3 കപ്പാസിറ്ററുകൾ ഒരു ബാറ്ററിയുമായി പാരലലിൽ കണക്ട് ചെയ്തിരിക്കുന്നു. സർക്യൂട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ചാർജ് പ്രവഹിക്കുന്നു.
കപ്പാസിറ്റർ C1ൽ കൂടെയുള്ള ചാർജിനെ Q1 എന്നും C2ൽ കൂടെയുള്ള ചാർജിനെ Q2 എന്നും C3ൽ കൂടെയുള്ള ചാർജിനെ Q3 എന്നും പറയുന്നു. ഇൻ പാരലൽ കണക്ഷൻ കോമ്പിനേഷനിൽ ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും ഓരോ കപ്പാസിറ്ററുകളിലും. അതുകൊണ്ട് തന്നെ ടോട്ടൽ ചാർജ് Q സമം Q1 പ്ലസ് Q2 പ്ലസ് Q3 ആയിരിക്കും. സപ്ലൈ വോൾട്ടേജ് V ഓരോ കപ്പാസിറ്റൻസിനും എക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പിന് സെയിം ആയിരിക്കും. C1ന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും C2ന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും C3ന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും തന്നെയായിരിക്കും സപ്ലൈ വോൾട്ടേജ്. അതുപോലെ ടോട്ടൽ കപ്പാസിറ്റൻസ് C കാണുന്നതിന് C1 പ്ലസ് C2 പ്ലസ് C3 കൂട്ടിയാൽ മതിയാകും. ഇനി നമുക്ക് ഒരു കപ്പാസിറ്റർ ഒരു അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മൾട്ടിമീറ്ററിന്റെ പോയിന്റർ മൂവ് ചെയ്യുന്നത് നോക്കിയാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. മൾട്ടിമീറ്ററിന്റെ പ്രോബ് ഓം റീജിയനിലേക്ക് ഇട്ടതിന് ശേഷം കപ്പാസിറ്ററിന്റെ ലീഡുകളിൽ മൾട്ടിമീറ്ററിന്റെ പ്രോബ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ റെസിസ്റ്റൻസ് കാണിക്കുകയും പിന്നെ ഗ്രാജുവലായി റെസിസ്റ്റൻസ് ഉയർന്നു വരികയും ചെയ്യുകയാണെങ്കിൽ ഈ കപ്പാസിറ്റർ നല്ല കപ്പാസിറ്റർ ആണ്, നല്ല വർക്കിംഗ് ിലുള്ള കപ്പാസിറ്റർ ആണെന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു കുറഞ്ഞ കപ്പാസിറ്റർ വാല്യൂ ആണ്, റെസിസ്റ്റൻസ് വാല്യൂ ആണ് കാണുന്നതെങ്കിൽ ആ കപ്പാസിറ്റർ ഷോർട്ടായ ഒരു കപ്പാസിറ്റർ ആണെന്നും, ആദ്യം തന്നെ ഒരു ഉയർന്ന വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് ആണ് കാണിക്കണമെങ്കിൽ ആ കപ്പാസിറ്റർ ഒരു ഓപ്പൺ കപ്പാസിറ്റർ ആണെന്നും, അതുപോലെ തന്നെ ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞ റെസിസ്റ്റൻസ് കാണിക്കുകയും പിന്നെ ഗ്രാജുവലായി റെസിസ്റ്റൻസ് ഉയർന്നു വരികയും അതിനുശേഷം ഗ്രാജുവലായി കുറഞ്ഞു വരികയും ചെയ്യുകയാണെങ്കിൽ ആ കപ്പാസിറ്റർ ലീക്കായ ഒരു കപ്പാസിറ്റർ ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായി നമുക്ക് ഇൻഡക്ടറുകളെ കുറിച്ച് നോക്കാം. നിങ്ങൾ സർക്യൂട്ടുകളിൽ ചെറിയ കമ്പിച്ചുരുളുകൾ കണ്ടിട്ടില്ലേ? കറണ്ട് ഈ കമ്പിച്ചുരുളിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടെ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഈ കാന്തിക മണ്ഡലം സർക്യൂട്ടിൽ കൂടെയുള്ള പെട്ടെന്നുള്ള കറണ്ടിന്റെ ചേഞ്ചിനെ തടയുന്നു. ഇൻഡക്ടറുകൾ ക്യാപിറ്റൽ ലെറ്റർ L ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ഹെൻറിയാണ്. മൈക്രോ ഹെൻറിയും മില്ലി ഹെൻറിയും ചെറിയ യൂണിറ്റുകളാണ്. ഇൻഡക്ടറുകൾ എയർ കോർ, അയൺ കോർ, ഫെറൈറ്റ് കോർ എന്നീ 3 രീതിയിലുണ്ട്. ഇൻഡക്ടേഴ്സ് സീരീസിലും പാരലലും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ L1, L2, L3 എന്നീ ഇൻഡക്ടേഴ്സ് ഒരു ബാറ്ററിയുമായി സീരീസിൽ കണക്ട് ചെയ്യുന്ന ചിത്രമാണ് ഇവിടെ ഉള്ളത്. സർക്യൂട്ട് ക്ലോസ് ആകുമ്പോൾ കറണ്ട് I ഈ സർക്യൂട്ടിൽ കൂടെ പ്രവഹിക്കുന്നു. ഈ സെയിം കറണ്ട് തന്നെയാണ് L1ൽ കൂടെയും L2ൽ കൂടെയും L3ൽ കൂടെയും കടന്നു പോകുന്നത്. അതുകൊണ്ട് സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആയിരിക്കും. സപ്ലൈ വോൾട്ടേജ് V സമം V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. ഈ ഓരോ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂവിനനുസരിച്ച് ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ടാകും. അങ്ങനെ ഓരോ ഇൻഡക്റ്റൻസിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ടോട്ടൽ വോൾട്ടേജ് V സമം V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. ടോട്ടൽ സർക്യൂട്ട് ഇൻഡക്റ്റൻസ് L സമം L1 പ്ലസ് L2 പ്ലസ് L3 ആയിരിക്കും. ഇനി പാരലൽ കോമ്പിനേഷനിലെ സർക്യൂട്ട് നോക്കാം. ഇവിടെ 3 ഇൻഡക്റ്റേഴ്സ് പാരലൽ കണക്ട് ചെയ്തിരിക്കുന്നു. കറണ്ടിന് ഇവിടെ ഒഴുകുന്നതിനായി 3 വഴികളാണുള്ളത്. L1ൽ കൂടെയും L2ൽ കൂടെയും L3ൽ കൂടെയും. അതുകൊണ്ട് തന്നെ ടോട്ടൽ കറണ്ട് I സമം I1 പ്ലസ് I2 പ്ലസ് I3 ആയിരിക്കും. വോൾട്ടേജ് അക്രോസ് ഈച്ച് ഇൻഡക്ടർ ഈസ് സെയിം ആയിരിക്കും. ഇൻ പാരലൽ കോമ്പിനേഷനിൽ സപ്ലൈ വോൾട്ടേജ് തന്നെയായിരിക്കും L1ന് അക്രോസ് ആയിട്ടും L2ന് അക്രോസ് ആയിട്ടും L3ക്ക് അക്രോസ് ആയിട്ടും ഡ്രോപ്പ് ചെയ്യുന്നത്. ടോട്ടൽ സർക്യൂട്ട് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ 1/L സമം 1/L1 പ്ലസ് 1/L2 പ്ലസ് 1/L3 ആയിരിക്കും. 1/L കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻഡക്റ്റൻസ് വാല്യൂ L കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് ആക്റ്റീവ് കമ്പണന്റുകൾ എന്താണെന്ന് നോക്കാം. ഒരു സർക്യൂട്ടിലെ വോൾട്ടേജിനെയോ കറണ്ടിനെയോ പവറായോ എനർജിയായോ ഡെവലപ്പ് ചെയ്യുവാൻ കഴിവുള്ള കമ്പണന്റുകളെയാണ് ആക്റ്റീവ് കമ്പണന്റുകൾ എന്ന് പറയുന്നത്. ആക്റ്റീവ് കമ്പണന്റുകൾക്ക് ഉദാഹരണം സെമി കണ്ടക്ടേഴ്സ്, ട്യൂബ് ഡിവൈസസ് തുടങ്ങിയവയാണ്. ഡയോഡ് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള
ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പണൻ്റാണ്. അതുപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ LED തുടങ്ങിയവ ആക്റ്റീവ് കമ്പണൻറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ബേസിക് ഇലക്ട്രോണിക് കമ്പണൻറ്റുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടിക്കാണുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.